ഡോക്ടറെ ജസ്റ്റിൻ ബ്രദർ ഒന്ന് പ്രതിപക്ഷ ഡോക്ടറെ ഒരു മിനിറ്റ്, തെറ്റായ എല്ലാവരും ഒരു എടുക്കില്ലേ, പൊളിറ്റിക്കൽ എല്ലാവരും സാധനം എടുക്കില്ലേ. ഇപ്പം പറഞ്ഞത്. ആസ് പെർ ഇതിന്റെ ദി അകത്ത് അല്ല, ഇത് പ്രൊട്ടസ്റ്റന്റ് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇത് കേൾക്കൂ പ്രദീപ് ഡോക്ടറെ, ഞങ്ങള് ഈ ഞങ്ങളുടെ ലോറൻസ് പാസ്റ്ററുടെ ഇതേ വ്യൂ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല. ഞങ്ങള് ഇതിനെ വേർതിരിച്ചിട്ട് ഇപ്പൊ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വന്നിട്ടുള്ള ആട്രിബ്യൂട്ടിന്, പിതാവിനെ കുറിച്ചുള്ള ആ അറിവിന് വിപരീതമായിട്ട് ഇങ്ങനെ ചാരായി ഒഴിക്കുന്നു, അത് ദൈവമാണെന്നുള്ള ഒരു ആശയത്തെ ഞങ്ങൾ എടുക്കുന്നില്ല. അതിനെല്ലാം മാറ്റിയിട്ട് പഴയ നിയമത്തിൽ കാണുന്ന ആ ദൈവം ഞങ്ങളുടെ ദൈവം തന്നെയാണ്. ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്, ഞങ്ങൾ ഇപ്പൊ ലോറൻസ് പാസ്റ്റർ പറഞ്ഞ അപ്പൊ അതേ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾ എതിർക്കുന്നത് നാമത്തെ നിങ്ങൾ എനിക്ക് അതിവിടെ നാമത്തിന് വിഷയമല്ല. എനിക്ക് നാമം യഹോവ എന്ന് വിളിക്കുകയോ യാഹെന്ന് വിളിക്കുകയോ എന്ത് പേര് വിളിച്ചാലും എനിക്കൊരു വിഷയമല്ല. എനിക്ക് ഈ ആട്രിബ്യൂട്ട് അതൊക്കെ അവിടെയാണ് വിഷയം. നിങ്ങൾ അതും ഇതും പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് അല്ലാത്ത വിഷയങ്ങളെ എടുത്തിട്ട് ദൈവത്തെയും ദൈവനാമത്തെയും പഴയ നിയമത്തിലെ ദൈവത്തെയും അവഹേളിക്കാൻ ഉപയോഗിക്കുന്ന ആ ട്രെൻഡ് ഉണ്ടല്ലോ, അത് മുസ്ലിങ്ങളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ആണ്, നിരീശ്വരവാദിൽ ഇപ്പൊ ഞാൻ വ്യാപരിക്കുന്ന ചോദിക്കട്ടെ അച്ഛായ, ഒരു മിനിറ്റ് അച്ഛായ, ഇപ്പൊ അച്ഛായനെ തള്ളിയില്ലേ? ഇപ്പൊ ഒരു മിനിറ്റ്, ഞാൻ ക്രിസ്ത്യൻ ചെയ്തതും പാസ്റ്റർ അച്ഛായൻ തമ്മിൽ ഒരു മിനിറ്റ് എടുക്കല്ല, അങ്ങനെ പോലെ പ്ലീസ്. ജോർജ് ബ്രദറെ ഒരു മിനിറ്റ്. ഇപ്പൊ അച്ഛായൻ പറഞ്ഞു ഈ ചാരായം ഒഴിക്കുന്ന കേസ് അത് ദൈവത്തിന്റെ അല്ല, അത് ആ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണ്. ഇത് തന്നെ ഞാനും പറയുന്നുള്ളൂ. അതാണെന്ന് പറഞ്ഞു വരുന്നവരോടാണ് പറയുന്നത്, എടാ നിന്റെ ദൈവം ചാത്തനല്ലടാ, അത് വെറും പിശാചാടാന്ന് ഞാൻ ലോറൻസ് പാസ്റ്റർ ദൈവത്തെ വിളിക്കത്തില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ രണ്ട് പ്രധാന അലിഗേഷൻസ് ആണ്, അത് ഇതുമായിട്ട് ടച്ച് ആകുന്നതല്ല. നമ്പർ 1, യഹൂദനിൽ വെളിപ്പെട്ട ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്ത ആ ദൈവം യഥാർത്ഥ ദൈവമല്ല, അത്യുന്നതനല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. നമ്പർ 2, ആ ദൈവത്തിന്റെ നാമത്തെ സാത്താൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മടിയുമില്ലാതെ പുച്ഛിക്കുന്നു. ഈ രണ്ട് മെയിൻ അലിഗേഷൻസ് ആണ് നിങ്ങളുടെ മേളിൽ നിൽക്കുന്നത്, അല്ലാതെ ഈ പറയപ്പെടുന്ന സെക്കൻഡറി എലമെന്റ്സ് അല്ല. മനസ്സിലായി. ഇതിൽ ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നു. ഈ ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവാണ് ഇന്ന ഇവന്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഏതാള് വന്നാലും എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറയും അത് ചെയ്തത് അത് ദൈവമല്ല, അത് പിശാചാണ്. അതല്ലെങ്കിൽ അവർ പറയണം ഇപ്പൊ ലോറൻസ് പാസ്റ്റർ പറഞ്ഞ പോലെ അത് ദൈവം ചെയ്തതല്ല, അവർ എഴുതി വെച്ചാന്ന് പറയണം. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അംഗീകരിച്ചു, ഒന്നെങ്കിൽ അത് പിശാച്, അതല്ലെങ്കിൽ അത് മനുഷ്യൻ എഴുതി വെച്ചു. ഈ രണ്ട് കാര്യത്തിൽ ഏതെടുത്താലും ഞാൻ അംഗീകരിക്കും. അതല്ലാതെ ഇതിനകത്ത് വേറെ പോംവഴിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും സുവിശേഷ പ്രസംഗകർ ഇവിടെ ഹരിപ്പാല പറയുന്ന കാര്യം എടുത്തുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നതെന്ന്? ഇവിടെ പ്രദീപ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന മദ്യം ഒഴിക്കുന്ന ആ ഭാഗം പറഞ്ഞുകൊണ്ടാണോ സുവിശേഷം പ്രസംഗിക്കുന്നത് ഏതെങ്കിലും പെന്തക്കോസുകാർ? പിന്നെ നിങ്ങൾ പെന്തക്കോസുകാരെ അവഹേളിക്കുവാൻ ബൈബിളിന്റെ മുക്കും മൂലയിലും ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് ദൈവത്തെ അവഹേളിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഡിഫൻഡ് കളിക്കുകയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ ബാക്ക് ഫുട്ട് കളിക്കുകയല്ലേ ചെയ്യുന്നത്? വള്ളിയും പുള്ളിയും മാറിപ്പോരും. നമ്മൾ എങ്ങനെ ഇത് എടുക്കുന്നേ? എന്റെ പൊന്നച്ചത് കേക്ക്, കോശി ഒന്ന് എനിക്ക് ചിന്തിക്കാൻ മനസ്സിലായി. പറയാം. അച്ഛൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ എനിക്ക് പറഞ്ഞ അവസ്ഥ എനിക്ക് മനസ്സിലായി. അച്ഛൻ ശ്രദ്ധിക്ക്. ഞാൻ എപ്പോഴും പ്രതികരിക്കാറില്ല, ഇപ്പോഴെങ്കിലും കേൾക്കൂ. പക്ഷെ അച്ഛന് എന്റെ ശബ്ദം കേൾക്കാതെ ഇരുന്നിട്ട് അച്ഛൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു മറുപടി കേക്ക്. അതായത് അച്ഛാ ഇത് കേക്ക്, നമ്മുടെ കർത്താവ് പറഞ്ഞു ഇത് വള്ളിയും പുള്ളിയും അപ്പൊ ഇത് കളയാന്ന് അച്ഛൻ പറയുന്നത്. അതായത് ചില ഭാഗങ്ങള് നമ്മൾ കണ്ണടച്ച് വിട്ടേരെ, അത് നോക്കണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ പറ്റത്തില്ല അച്ഛാ. നമ്മൾ ഇതിനെ പരിശോധിച്ചിട്ട് കർത്താവ് പറഞ്ഞു നല്ലതിനെ തിരഞ്ഞെടുക്കാൻ. ഇപ്പൊ ഞാൻ ബൈബിള് വീട്ടിൽ വെച്ചു, എന്റെ കുഞ്ഞിരുന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിന്റെ ഭാര്യയെ എടുത്ത് മറ്റുള്ളവർക്ക് ഞാൻ പട്ടാപ്പകൽ കൊടുക്കുന്നുള്ള ഭാഗം വായിച്ചു കഴിയുമ്പോൾ അവന്റെ ഉള്ളില് അവനിപ്പോ 10-14 വയസ്സായി, നാളെ ഒരു 5-6 വർഷം അവൻ കല്യാണം കഴിക്കാനുള്ള. അപ്പൊ അവന് തോന്നത്തില്ല ഇത് എന്ത് ദൈവമാണ്. അപ്പൊ അത് ഞാൻ തിരിച്ചു കൊടുക്കണ്ട അച്ഛായ. ഇത് ശരിയായ ഒരു ദൈവമല്ല. കോശി അതിനകത്തുള്ള വേറെ പ്രശ്നം അല്ല, കേൾക്ക്. കോശി ന്യായപ്രമാണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാ? യോബിന്റെ പുസ്തകം ബൈബിളിലുണ്ട്, ന്യായപ്രമാണമാ? രാജാക്കന്മാരുടെ പുസ്തകം ബൈബിളിലുണ്ട്, അത് ന്യായപ്രമാണമാ? എന്തുവാ നിങ്ങൾ ആരെ പഠിപ്പിക്കുന്നത്? കോശി ഒരു മിനിറ്റ്, കോശി നിക്ക്. ബൈബിൾ എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ടേക്ക് യുവർ സബ്ജക്ട്, ഒരു ഡിബേറ്റ് എടുക്കുക ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ബൈബിൾ എന്നൊരു വാക്കെടുത്തും വെച്ച് നിങ്ങൾ ന്യായപ്രമാണത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളെയും സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്ഷാ സന്ദേശത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗത്തെ ഒന്നും തൊടാതെ മുക്കിന് മൂലയ്ക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ബൈബിളിനെതിരെയും സുവിശേഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ചില എലമെന്റുകൾ എടുത്തിട്ട് ഡിഫെൻസീവ് ആക്കാൻ നോക്കുവാണ്. ദൈവമക്കളെ, ദൈവരാജ്യത്തെ ഡിഫെൻഡ് ആക്കുവാൻ ശ്രമിക്കുന്ന സാത്താനി മൂവ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിന് കടന്നുപോയി. എന്താണ്? ക്രിസ്ത്യൻസ് എന്ന് പേര് പറയുന്ന ആൾക്കാർ ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ തോന്നിവാസം കാണിക്കുന്നു മാത്രമല്ല, ദൈവനാമത്തെയും യഹൂദന്റെ ദൈവത്തെയും ന്യായപ്രമാണം ഇറക്കി മോശ വഴി കൊടുത്ത ദൈവത്തെയും സാത്താൻ എന്ന് വിളിക്കത്തക്ക നിലയിൽ നിങ്ങൾ അതപ്പതിച്ചും പോയി. അതിന് മറുപടി പറഞ്ഞേ പറ്റും. നിങ്ങൾ അറിയാമോ? ഓക്കെ അച്ഛാ, ഇത് കേക്ക്. അച്ഛൻ ഇപ്പൊ ഈ ചാരായം ചാരായം ഒഴിക്കുകയും അതിന്റെ രക്തം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ദൈവം ചാത്തനാണോ
ഒറിജിനൽ ദൈവമാണ്. അത് അച്ചായൻ പറ. നിങ്ങൾ തെളിയിക്കുക അങ്ങനെ പറയുന്ന അത് അത് തെളിയിക്കാം, ഞാൻ തെളിയിക്കാം. അല്ല അത് കേൾക്കൂ, കേൾക്കാം, ഞാൻ തെളിയിക്കാം. അങ്ങനെ വചനം വെച്ച് തെളിയിക്കാം. ബൈബിളിന്റെ ടോട്ടാലിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാമോ ദൈവം അങ്ങനെ ഒരു കാര്യം പറയുമെന്ന്? ഇല്ലാന്ന് ഞാനും പറയുന്നത്. അപ്പൊ അത് ചാത്തനാന്നാ പറയുന്നത്. ഒന്നെങ്കിൽ ചാത്തൻ, അത് അതല്ലെങ്കിൽ അവിടെ ചരിത്രം അല്ല കേൾക്ക്, ചാത്തനല്ല. അത് ദൈവത്തെ പിന്നെന്താണ്? അനാവശ്യം പറയാനുള്ള പോയിന്റ് അല്ല, അത് മാനുഷികമായിട്ടുള്ള വിഷയമായിട്ട് മാത്രം അതിനെ കാണും. എങ്ങനെ? ഒരു മിനിറ്റ്. കാരണം അപ്പൊ ഒരു ബൈബിളിൽ മിനിറ്റ് അച്ഛൻ ഇങ്ങനെ അല്ല ഓടല്ലേ കേൾക്കൂ, അല്ല ഓടല്ലേ അവിടെ കേൾക്ക് എന്തോ ഒരു പ്രശ്നം കേൾക്ക് അച്ഛൻ. ഇത് ഞാൻ കേക്ക് അത് തന്നെ വരാം. ലോറൻസ് പാസ്റ്ററെ, ഒരു ബൈബിളിൽ ക്ലാരിറ്റി ദൈവത്തിന്റെ ഒന്ന് താ. മനസ്സുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ് ലോറൻസ് പാസ്റ്റർ, നിങ്ങൾ എന്റെ ഒരു പാസ്റ്റായിട്ടേ കാണുന്നത്, ഒരു ഉപദേശിക സമർത്ഥനെ. എനിക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി ഇതാ. ഇവിടെ ഈ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കാൽ ഹീൻ മദ്യവും ഈ ഒരു ആട് കാൽ ഹീൻ മദ്യത്തിന് ഒരു ആട്ടുകൊറ്റൻ വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ അതിന്റെ ചോര വേണം. ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ളത്, ഇത് ചെയ്യുന്ന ചാത്തൻ സേവക്കാരാണ്. ഇത് അച്ചായം പറയുന്നു അത് ദൈവം പറഞ്ഞിട്ടല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ എന്നുള്ളത് ദൈവശാസ്ത്രീയമല്ലെന്നായില്ലേ? കള്ളത്തരം എഴുതി വെച്ചു എന്ന് വന്നില്ല ഇപ്പൊ? അച്ചായൻ മറുപടി പറ. അങ്ങനല്ല ഇതിനകത്ത് പറയുന്ന യേശു ക്രിസ്തു പറയുന്നത് അതെ, മോശ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ തിരുത്തു വരുന്നുണ്ട് അവിടെ. യേശു ക്രിസ്തു പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രധാന ന്യായപ്രമാണത്തിന്റെ സംഗതികളെ അല്ലാതെ പല ആചാരാനുഷ്ഠാനങ്ങൾ ബന്ധപ്പെട്ട് അവർ ആചരിക്കേണ്ടുന്ന അഥവാ അവര് ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെ കുറിച്ച് സജഷൻസ് മോശം വരുന്നുണ്ട്. ആ കാര്യങ്ങളെ യേശു ക്രിസ്തു വളരെ വ്യക്തമായി തിരുത്തുന്നുമുണ്ട്. ഞാൻ പറഞ്ഞത്, ഇതൊന്നും മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം സാത്താനാന്ന് പറയുവാൻ നിങ്ങൾക്ക് യോഗ്യത തരുന്നതല്ല. രണ്ട്, ഇതൊന്നും ഇസ്രായേലിന്റെ ദൈവം സാത്താനാണെന്നോ യഹോവ എന്ന് വെളിപ്പെട്ട നാമം സാത്താനാണെന്നോ പറയുവാൻ നിങ്ങൾക്ക് ഉതകുന്നതല്ല. അതിലേക്ക് നിങ്ങൾ കടന്നതാണ് നിങ്ങളുടെ തോൽവി. മനസ്സിലാകുന്നുണ്ടോ? യു ക്യാൻ എനിക്ക് കറക്റ്റ്. അച്ഛൻ ഇപ്പോഴും എന്തോ അച്ഛൻ എന്താ ഹൈഡ് ചെയ്യുന്നത്? അച്ഛൻ പറ. ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് ബൈബിളിലുള്ളതല്ല, ഇത് ദൈവത്തിന്റെ ഒരു ദൈവാത്മാവിൽ പ്രേരിതമായിട്ട് എഴുതിയതല്ലെന്ന് അച്ഛൻ പറയുന്ന. ഇതെനിക്ക് തിരിച്ചുതാ. ഇന്ന കാര്യങ്ങൾ ലോറൻസ് പാസ്റ്റർ, നമ്മളിവിടെ ഉള്ള ആളാണ്. ലോറൻസ് പാസ്റ്റർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഞാൻ ഓരോ വചനങ്ങളിടാം. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലെന്നുള്ള അച്ചായൻ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വട്ടം വരച്ചിടാം. ഇപ്പൊ ഈ ഭാഗം അച്ചായൻ പറഞ്ഞ് ദൈവം കൽപ്പിച്ചതല്ല. ഇത് പല സ്ഥലത്തും ദൈവം പറയുന്നുണ്ട്, ഇത് മറക്കരുത്, ഇതെനിക്ക് പാനീയ യാഗമായിട്ട് എല്ലാ ദിവസവും ദിനം പ്രതി ചെയ്യണം, 2 നേരം ചെയ്യണം, അത് വീക്കെൻഡ് വരുമ്പോ അത് 6 ആടായിരിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അല്ല എങ്കിൽ ഞാൻ വിത്ത് യു. എനിക്ക് ലോറൻസ് പാസ്റ്റർ പറയുന്ന എന്ത് കാര്യം അനുസരിക്കാൻ തയ്യാറുള്ള ആളാണ്. ഏത് ആത്മീയ വിഷയത്തിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടുത്തെ പ്രശ്നം പെന്തക്കോസ്തുകാർ പറയുന്നത്, അല്ലെങ്കിൽ പല യഹോവ ഭക്തന്മാരും പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ആന്ന് പറയുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ ലോറൻസ് പാസ്റ്റർ ഞാനും പറഞ്ഞ പോയിന്റ് ഒരേ പോയിന്റാ. പിന്നെ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാ. ഞാനിത് കാണുമ്പോൾ ഈ ഭാഗത്ത് ഞാൻ എടുത്തിട്ട് ഇത് ചാത്തനാണ്, ഇത് എനിക്കറിയത്തില്ല, എന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇത് ചാത്തനാണ്, ഇത് എഴുതിയത് ഒന്നെങ്കിൽ ഇത് എഴുതിയത് തെറ്റ്, അതല്ലെങ്കിൽ അവിടെ ഒരു ചാത്തൻ ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടിലും ഒന്നേ നടക്കുള്ളൂ. ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു വെക്കുക. എന്റെ ചോദ്യം, ആ മനസ്സ് കാണാതെ പോകരുത്. നിങ്ങൾ ഈ കോശിച്ചാൻ ആ ലോറൻസ് പാസ്റ്റർ ഹൃദയം ഒന്ന് മനസ്സിലാക്കണം. അവിടെ ദൈവം ഉണ്ട്, ദൈവം അങ്ങനെ മാറത്തൊന്നുമില്ല. പിന്നെ അത് വായിച്ചു വരുമ്പോ യഹോവ അന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവമൊക്കെ. എന്നാലും അത് അങ്ങനെ അങ്ങ് സമ്മതിക്കാൻ പറ്റത്തില്ല. അത് കാരണം ദൈവം അങ്ങനെ ചെയ്യൂ. പിന്നെ അവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്, അതൊന്നും ഇങ്ങനെ കാണരുത്. ഇടയ്ക്ക് നിങ്ങളൊരു സൈഡ് ഇച്ചിരി അങ്ങോട്ട് മാറ്റി ചരിച്ച് ഒന്ന് നോക്കിയിട്ട് വായിച്ചങ്ങ് പോകണം. അങ്ങനെ ചെയ്യാവോ കോശിച്ചാൻ? ഇങ്ങനൊന്നും ഇവിടെ കോശിച്ചാന് അല്ല കേക്ക് ജോർജ്, സമയം വേസ്റ്റ് ചെയ്യല്ലേ. ഞാൻ കോശിയോട് സംസാരിക്കട്ടെ. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഇരുന്ന് കേട്ടാലും മതി, മേളി വന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മുടെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഓക്കെ. കോശി, ഇവിടെ ഞാൻ പറഞ്ഞു സുവിശേഷ പ്രസംഗകരായിട്ടുള്ള പെന്തക്കോസുകാരോ